നമ്മുടെ ഒരു കാലഘട്ടത്തിൽ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആൺകുട്ടികൾക്ക് നൈറ്റ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലും കുറച്ചും കൂടിയുള്ള ഒരു തലമുറയൊന്നും ആലോചിച്ച് നോക്കിക്കേ. നിശാ പാഠശാലകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഇവിടെ സാക്ഷരതാ മിഷൻ വന്നപ്പോഴാണ് നമ്മൾ നിശാ പാഠശാലകളെക്കുറിച്ച് കൂടുതൽ കേട്ടത്. നൈറ്റ് ക്ലാസ് അല്ലേ? ആ സമയത്തല്ലേ? ആ സമയമെന്ന് പറയുന്നത് എപ്പോഴാണ്? 1997-98 കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഒരു സാക്ഷരതാ മിഷൻ വരുന്നത്. അതിനും 10 വർഷം മുമ്പ് 1988 കാലഘട്ടത്തിൽ ദേശീയ സാക്ഷരതാ മിഷൻ വന്നു. വർഷം കേട്ടല്ലോ, 1988 ദേശീയ സാക്ഷരതാ മിഷൻ, 97-98 കേരളത്തിൽ സാക്ഷരതാ മിഷൻ വന്നു. അതിനും 90 വർഷങ്ങൾക്ക് മുമ്പ്, 93 വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി തൃപ്പാദങ്ങൾ എന്ത് ചെയ്തു? 1905 ഒരു നൈറ്റ് ക്ലാസ് ആരംഭിച്ചു. അപ്പോൾ അവിടുന്ന് എത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടി, നമ്മളെപ്പോഴും പറയും അത് തുടങ്ങിയത് ഞങ്ങളാണ്, ഇത് തുടങ്ങിയത് ഞങ്ങളാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, എത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് സ്വാമി തൃപ്പാദങ്ങൾ ഇതുപോലെ ഒരു നിശാ പാഠശാലയിലേക്ക് പാവപ്പെട്ട ജനങ്ങളെ കൊണ്ടുവന്നത്. നിശാ പാഠശാല മാത്രമല്ല, അടുത്ത് തന്നെ തുടങ്ങി നെയ്ത്തുശാല. നെയ്യാൻ പഠിപ്പിച്ചു. നമ്മളിനി വരുന്നുണ്ട് കൈത്തൊഴിലൊക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയാം നെയ്ത്തുശാലകളുടെ പ്രാധാന്യം എന്തായിരുന്നു. അഷ്ടാംഗ ഹൃദയ പാഠശാല ഗോവിന്ദൻ വൈദ്യരാൽ തുടങ്ങപ്പെട്ടതാണ്. അഷ്ടാംഗ ഹൃദയം പഠിപ്പിക്കുന്നു. അഷ്ടാംഗ ഹൃദയം എന്ന് വെച്ചാൽ നമ്മുടെ ആയുർവേദത്തിൻ്റെ ഒരു പ്രധാന ഗ്രന്ഥമാണ് അല്ലേ? അത് വെച്ചിട്ടാണ് നമ്മൾ ആയുർവേദ മരുന്നുകളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2-3 ഗ്രന്ഥങ്ങളുണ്ട്. അതിനകത്തൊരു പ്രധാന ഗ്രന്ഥമാണ് അഷ്ടാംഗ ഹൃദയം. അപ്പോൾ അത് പഠിപ്പിക്കുന്നൊരു പാഠശാല. അതോടൊപ്പം തന്നെ സംസ്കൃത പാഠശാല. ഇതെല്ലാം ഈ 94 മുതൽ 1904 മുതൽ 1909 വരെയുള്ള കാലഘട്ടത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ ശിവഗിരിയിൽ നടപ്പിലാക്കി. മാത്രമല്ല ആലുവയിലേക്കും തുടർന്നുള്ള കാലഘട്ടത്തിൽ ആലുവയിലേക്കും പിന്നെ ശിവഗിരി മഠത്തിൻ്റെ വിവിധ ബ്രാഞ്ചുകളിലേക്കും തുടങ്ങിയ സ്ഥലത്തൊക്കെ അത് വർദ്ധിപ്പിക്കാനും സ്വാമി തൃപ്പാദങ്ങളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങളിലും അതോടനുബന്ധിച്ച് വിദ്യാലയങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ സ്വാമി തൃപ്പാദങ്ങൾ മുൻകൈയെടുത്തു. നമുക്കറിയാം, നമ്മൾ ഇന്നും പറയും, ഈ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച വന്നില്ലേ, സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കാൻ സ്ത്രീകൾക്കറിയാം. രാഷ്ട്രീയത്തിൻ്റെ ഒരു വിവാദമായ ഒരു വിഷയമായിരുന്നു. കേട്ടില്ലേ നിങ്ങളാരും? സ്ത്രീകളുടെ സംവരണം വിഷയം വന്നപ്പോഴേ പറഞ്ഞില്ലേ, നിങ്ങളിന്ന് വാദിക്കാൻ വേണ്ടി, ഇന്ന് ജയിക്കാൻ വേണ്ടി പറഞ്ഞു സ്ത്രീകളുടെ വിഷയത്തെക്കുറിച്ച് സ്ത്രീകൾ പറഞ്ഞുകൊള്ളും അല്ലേ എന്ന് നമ്മുടെ ജനാധിപത്യ ശാലകളിൽ സഭകളിൽ ഉയർന്നു കേട്ട ഒരു കാര്യമാണ്. പക്ഷെ ഒന്ന് ഓർക്കണം, 1924 കൃത്യം 100 വർഷം ആയതൊരു കോയിൻസൈഡാണ് അല്ലേ? എന്താണ്? ഇൻസിഡൻസാണ്. എന്തുകൊണ്ടാണ്? 1924 നമ്മുടെ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് ഉപരിപഠനത്തിന് പോകാനായിട്ടൊരവസരം കിട്ടി. ആ അവസരം കിട്ടിയ സമയത്ത് നമുക്ക് നിന്ന് പഠിക്കാൻ സ്ഥലമില്ല, നിന്ന് പഠിക്കാനായിട്ട് അവസരമില്ല. ഇവിടെയുള്ളവർക്ക് കിട്ടുന്നത് തിരുവനന്തപുരത്തായിരിക്കും, തിരുവനന്തപുരത്ത് ഉള്ള വിദ്യാർത്ഥിക്ക് കിട്ടുന്നത് ചിലപ്പോൾ കൊച്ചിയിലായിരിക്കും. അപ്പോൾ ഇവർ അവിടെ പോയി നിന്ന് വേണ്ട പഠിക്കാൻ, സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ള സ്ഥാപനങ്ങളില്ല. ഗവൺമെൻറ് ഒരു ഹോസ്റ്റൽ പോലെ ഒരു സംവിധാനം ഏർപ്പെടുത്തി. പക്ഷെ അവിടെ നമുക്ക് നിൽക്കാം, പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരിടത്ത് ഇരുന്നോണം. അങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്താണ് സ്വാമി തൃപ്പാദങ്ങളെ ദർശിക്കാനായിട്ട് 2 പേര് ശിവഗിരിയിൽ വരുവാണ്. ഒരാൾ മുണ്ടയ്ക്കൽ കേശവനാശൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ TV നാരായണി അമ്മ. 2 പേരും ഭഗവാനെ ദർശിക്കാൻ വന്നതാണ്. ആ സമയത്ത് ഭഗവാൻ TV നാരായണി അമ്മയെ അടുത്ത് വിളിച്ചു. എന്നിട്ടൊരു കുതിരപ്പാവം കൊടുത്തുകൊണ്ട് പറഞ്ഞു, പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കണം. ആരുടെ കയ്യിലാണ് കൊടുത്തത്? ഭാര്യയുടെ കയ്യിലാണോ കൊടുത്തത്? ഭർത്താവിൻ്റെ കയ്യിലാണോ കൊടുത്തത്? ആരുടെ കയ്യിലാണ് കൊടുത്തത്? ഭാര്യയുടെ കയ്യിൽ അല്ലേ? സ്ത്രീയെ കൊണ്ട് സ്ത്രീകളുടെ സുരക്ഷ ഏൽപ്പിക്കുക. 100 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പറയുന്നത് അല്ലേ? നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മളിപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ തീരുമാനിക്കുക, സ്ത്രീകൾ സംസാരിക്കാമെന്ന്. പക്ഷെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഈ TV നാരായണി അമ്മയുടെ കയ്യിൽ ഈ ഒരു കുതിരപ്പവൻ കൊടുത്തുകൊണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക്, സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പുരോഗമനത്തിന് ഒരു തുടക്കം കുറിക്കാൻ അവിടെ ഒരു സ്ത്രീയെ തന്നെ നിയോഗിച്ചു. അവരപ്പം തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 1924 ജൂലൈ 4 തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ
ആദ്യമായിട്ട് ഒരു ശ്രീനാരായണ വിദ്യാർത്ഥി സദനം, SNV സദനം, നമ്മൾ കോട്ടയത്ത് കാണുന്ന ശ്രീനാരായണ വനിതാ സദനം അല്ല, മറിച്ച് ശ്രീനാരായണ വിദ്യാർത്ഥിനി സദനം അവിടെ സ്ഥാപിതമാകുക. വാടകയ്ക്കെടുത്തൊരു കെട്ടിടത്തിൽ വെറും 5 ഇൻമേറ്റ്സുമായിട്ട് തുടങ്ങിയ ആ സദനം പിന്നീട് കൊല്ലം SN കോളേജ് വരുന്ന സമയത്ത് അവിടെയും തുടങ്ങി അങ്ങനെ വിപുലപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കിന്ന് കാണാം. 1924 കൃത്യം 100 വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി തൃപ്പാദങ്ങൾ ഒരു സ്ത്രീയെ കൊണ്ട് സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ വിദ്യാഭ്യാസത്തിനും അവിടുന്ന് മുൻകൈ എടുത്തത്, അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടു കൂടി കർമ്മ പദ്ധതി ആവിഷ്കരിച്ചത് നമ്മൾ അറിയണ്ടേ വേണ്ടേ? ഇതുപോലെ തന്നെ അവിടുന്ന് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യം തന്നെ പറഞ്ഞു എന്ത് വേണം, വിവേകോദയത്തിലൂടെ കൽപ്പന പുറപ്പെടുവിച്ചു. SNDP യോഗത്തിൽ അംഗമാകാൻ എന്ത് വേണം, ഏറ്റവും കുറഞ്ഞത് പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും വേണം. അന്നത്തെ കാലത്താണ് പറയുന്നത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പറയുന്നത്. എന്ത് വേണം, പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും വേണം. സ്കൂളിൽ പള്ളിക്കൂടത്തിൻ്റെ ആ അരികത്ത് പോലും പോകാത്തവരോട് പറയുവാണ്, SNDP യോഗത്തിൽ അംഗമാകണോ, എന്ത് വേണം, പ്രാഥമിക വിദ്യാഭ്യാസം വേണം. ഇന്നായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ, ഇന്നത്തെ ഡോക്ടറേറ്റ് വേണമെന്ന് പറയുന്നതിന് തുല്യമാണ് അന്ന് പറയുന്നത് അല്ലേ. പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും വേണം. അതോടൊപ്പം തന്നെ പള്ളാത്തുരുത്തിയിൽ വിജ്ഞാനവർദ്ധിനി സഭയ്ക്ക് ഒരു കൽപ്പന കൊടുക്കുകയാണ്, പുരുഷന്മാർക്കൊപ്പം പെൺകുട്ടികളെയും സ്ത്രീകളെയും വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണം. അവിടെയൊക്കെ സമത്വത്തെ നമ്മൾ 1967 വരുമ്പോഴാണ് UN ഐക്യരാഷ്ട്രസഭ പോലും ഒരു സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ട് ഒരു ഡിക്ലറേഷൻ തന്നെ പുറപ്പെടുവിക്കുന്നത് 1967. അതിനും 10-60 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സ്വാമി തൃപ്പാദങ്ങൾ ഇവിടെ ഇതെല്ലാം നടപ്പിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ അറിയണ്ടേ അല്ലേ. എത്രയോ ദീർഘവീക്ഷണമാണ് ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾക്ക് അല്ലേ, ആ പ്രാധാന്യം ഉള്ള വിഷയങ്ങൾക്ക് തന്നെ അവിടുന്ന് അതിനെല്ലാം പരിഹാരം അവിടെ തന്നെ ഒരുക്കി വെച്ചിരുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരെയും ആ കാലഘട്ടത്തിൽ ഒരു 1916-17 കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു ബിരുദധാരണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേർ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്? ഈ നമ്മുടെ അമ്മയുടെ അമ്മ ആ ഒരു 3-4 തലമുറകൾക്കപ്പുറത്ത്, അതായത് അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ജനിച്ച് ഒരു 10-16 വർഷം കഴിയുമ്പോൾ എന്താകുന്നു, ഒരു 10-20 വയസ്സ് കഴിയുമ്പോൾ ഒരു ബിരുദത്തിന് പോയ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ അല്ലേ? നമ്മളതിന് ഇതുവരെ അറിഞ്ഞോ? ഉണ്ടായിരുന്നു. ബി മീനാക്ഷി അമ്മ, അവർ വിവാഹിതയായ ശേഷവും പഠിക്കാൻ പോയി. അതൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ കുറച്ച് 10-15 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നമുക്ക് ഇന്ന് സാധ്യമായത് നമ്മുടെ സമൂഹത്തിൽ വിവാഹശേഷം പഠിക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, ഒരു വിധവയായതിന് ശേഷവും പഠിക്കാൻ പോയ ഒരു സ്ത്രീയാണ് ബി മീനാക്ഷി അമ്മ. അപ്പം ഇതൊക്കെ എവിടെ നിന്നാണ്? സ്വാമി തൃപ്പാദങ്ങളുടെ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണങ്ങളാണ് ഇവരൊക്കെ. ബുള്ളറ്റിൽ നടക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്കതൊക്കെ ഒന്നുമല്ല അല്ലേ. പക്ഷേ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ബുള്ളറ്റ് എന്ന് പറയുന്നത് തന്നെ കേൾക്കുമ്പോൾ അത് സ്ത്രീ ഓടിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കുമായിരുന്നു അല്ലേ. അപ്പോഴാണ് ആ കാലഘട്ടത്തിൽ നമ്മുടെ KR ഗൗരിയമ്മയുടെ സഹോദരി നാരായണി അമ്മ, KR ഗൗരിയമ്മയുടെ സഹോദരി നാരായണി, ബുള്ളറ്റ് നാരായണി എന്നറിയപ്പെടുന്നത്. റോഡ് പോലും ഇല്ലാത്ത സമയത്ത് കൊച്ചു പൊടി പാറുന്ന പാതയിലൂടെ ബുള്ളറ്റ് ഓടിച്ചു പോകുന്ന ഒരു സ്ത്രീ. ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഈ ആർജവമൊക്കെ ഭഗവാന്റെ സ്ത്രീ സുരക്ഷയും അല്ലെങ്കിൽ സ്ത്രീകളുടെ സംരക്ഷണവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വളരെ നല്ല നിദർശനങ്ങളാണ് ഇവർ ഓരോരുത്തരും.